നമ്മുടെ ഒരു മനുഷ്യന്റെ ലൈഫിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? നമ്മൾ ജീവിച്ചിരിക്കുന്നു. അല്ലേ? അതിന്റെ അപ്പുറത്തേക്ക് എന്താ? ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും വഴക്ക് പറയുന്ന ഒരു അച്ഛനും അമ്മേനെ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ ബാക്കി 90% അവർ ഓക്കെയാ. അതെ, അച്ഛനും അമ്മയും ഉണ്ടാക്കി കൊടുത്ത വീട്, അച്ഛനും അമ്മയും ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം, ഈ അച്ഛനും അമ്മയും ഉണ്ടാക്കി കൊടുത്ത സുഖ സൗകര്യങ്ങളെല്ലാം ഇതെല്ലാം ആസ്വദിച്ചിട്ട് അച്ഛനും അമ്മയും കുറ്റപ്പെടുത്താം. അതെന്ത് ലോജിക്കാ? ഇതെല്ലാം അറിയാം. നമ്മൾ എന്താണെന്നും നമുക്ക് ചുറ്റും നടക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നും നമ്മൾ കടന്നു പോകുന്ന സ്ട്രഗിളിങ് എന്താണെന്നും എല്ലാം ഈ പറയുന്ന ദൈവം എന്ന് പറയുന്ന ശക്തിക്ക് അറിയാം. എന്തുകൊണ്ടാണ് പ്രാർത്ഥനകൾ ദൈവം കേൾക്കാത്തത്? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പക്ഷേ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ട് ഉത്തരം കിട്ടാതെ ഒരു പക്ഷെ ദൈവവിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകാനൊക്കെ ഒരു കാരണമായ ഒരു ക്വസ്റ്റ്യനാണ്. നമ്മളെ ഇത്രയും ടോക്സിക്കായി ചിന്തിക്കരുത്. ഒന്നാമത്തെ കാര്യം ഇങ്ങനത്തെ വിഷയങ്ങൾ. ഇപ്പൊ ഞാൻ തിരിച്ചു വേറെ ചോദ്യം ചോദിക്കാം. രാഹുലിന്റെ ചെറുപ്പം മുതൽ ഈ കാലഘട്ടം വരെ എന്തൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതെ, അതിനകത്ത് 90% ആർക്ക് വേണ്ടിയിട്ടാ? എനിക്ക് വേണ്ടി തന്നെ. നമ്മള് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കാര്യങ്ങൾ നടത്തിത്തരാൻ, നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തിത്തരാൻ വേണ്ടി ഇരിക്കുന്നതല്ല. നമ്മൾ പലപ്പോഴും ഒരു സിറ്റുവേഷനിൽ ഇരുന്നു കൊണ്ടാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. അതായത് നമുക്കിപ്പോ ഇന്നൊരു കാര്യം വേണം, അത് നമുക്ക് അവകാശപ്പെട്ട ഒരു കാര്യം അല്ലാന്നേ, അല്ലെങ്കിൽ നമ്മളത് ആ കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ലാന്നേ. ഇപ്പൊ നമ്മൾ ചില ആളുകൾ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ആ പെൺകുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഹോമങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കത് കിട്ടുന്നില്ല. അത് അവർക്ക് അർഹതപ്പെട്ട വിഷയമല്ല. നമ്മുടെ ദൈവവിശ്വാസവും നമ്മുടെ ഈശ്വരഭക്തി, നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്, ദൈവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് ഏതെങ്കിലും മതത്തിന്റെ അണ്ടറിലായിരിക്കുമല്ലോ. ഈ മതം പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, അത് തരാൻ വേണ്ടി ദൈവം എവിടെയുണ്ട്, നിങ്ങൾ വരൂ, കടന്നു വരൂ. ബിസിനസ്സുകാരെ വിളിക്കുന്ന പോലാണ്, കടന്നു വരൂ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഇവിടേക്ക് വരൂ. ഇവിടെ ക്ഷേത്രങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഓരോ ക്ഷേത്രങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. ഇപ്പോൾ ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് പുതിയ പൂജാ പരിപാടികൾ ഏർപ്പെടുത്തുന്നു, പുതിയ സംരംഭങ്ങൾ ക്ഷേത്രങ്ങൾ ഏർപ്പെടുത്തുന്നു. എന്താണ് പുതിയ പൂജ? അവിടെ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് പൂജയാണെങ്കിൽ ഇവിടെ ജോലിക്ക് വേണ്ടി പൂജ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷേത്രങ്ങളും മതങ്ങളും തമ്മിൽ മത്സരമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കടന്നു വരും, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കാൻ ദൈവം ഇവിടെ കുടിയിരിക്കുന്നു. ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിഷമങ്ങൾ മാറും, ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിഷമം മാറും, ഇന്ന പ്രശ്നമാണോ നിങ്ങളുടേത്, ഈ ദൈവത്തിന്റെ അടുത്ത് പോയാൽ മാത്രമേ ഇത് നടക്കും. ഇങ്ങനെ ദൈവത്തെ തരംതിരിച്ചു വെച്ചേക്കില്ല നമ്മുടെ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഇതിൽ. നമ്മുടെ സങ്കടങ്ങളെ അങ്ങ് പച്ചയ്ക്ക് കച്ചവടം ചെയ്യല്ലേ. ഒരു പക്ഷെ നമ്മൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലായിരിക്കും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. ഒരു ജോലിയില്ല, ഒരു സാമ്പത്തികമായി നമുക്കൊരു വളർച്ചയില്ല, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് വളരെ കൃത്യമായി ഒരു സൈക്കോളജിക്കൽ ലെവലിൽ നിന്നിട്ടാണ് ഈ പോസ്റ്റേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ പരസ്യങ്ങളെല്ലാം പോകുന്നത്. നമ്മൾ അതിനകത്ത് വീണ് പോകും. ആക്ച്വലി ഇതൊരു ബിസിനസ് അല്ലേ. ഈ ബിസിനസ്സും ദൈവം തമ്മിൽ എന്താ ബന്ധം? ഈ ബിസിനസ്സിനെ എന്തിനാണ് ദൈവമായിട്ട് കണക്ട് ചെയ്യുന്നത്, സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നത്? സ്പിരിച്വാലിറ്റി എൻ്റെ ഡിഫറെൻ്റാ. ഇത് എല്ലാം ബിസിനസ്സാ. ഈ പറയുന്ന ഒരു അമ്പലത്തിനോ ഒരു പള്ളിക്കോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ പണം വേണം, അല്ലെങ്കിൽ പണമില്ലാതെ ഇത് ചെയ്യണം. എന്തുകൊണ്ട് ഇത് പണമില്ലാതെ ചെയ്യുന്നില്ല? ഈ ചില ക്ഷേത്രങ്ങളൊക്കെ ഒറ്റ രാത്രി കൊണ്ട് പ്രശസ്തമാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ദൈനംദിന കാര്യങ്ങൾ നടത്താനുള്ള കാശില്ലാത്തൊരു ക്ഷേത്രമായിരിക്കും. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും അത്ഭുതം നടന്നു, അല്ലെങ്കിൽ അവിടെ വന്ന് എന്തെങ്കിലും ആഗ്രഹം ചോദിച്ചിട്ട് പോയ ആൾക്ക് ആഗ്രഹം സഫലമായി. അവരൊരു പ്രൊമോഷൻ കൊടുത്താൽ മാത്രം മതി, 10 പേരോട് പറഞ്ഞാൽ മതി, അവിടെ പോയാൽ മതി, നല്ല ദേവിയാ, എല്ലാം മാറും, മതി. പിന്നെ തൊട്ട് അവിടെ ക്ഷേത്രത്തിലേക്ക് ആളുകളുടെ ഒഴുക്കാണ്. അങ്ങനെയെങ്കിൽ ഈ ക്ഷേത്രങ്ങളിലും പള്ളികളിലും മാത്രമല്ലേ ദൈവത്തിനെ കാണേണ്ടതായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ ഇപ്പൊ എത്ര ദൈവങ്ങൾ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കേണ്ട ഒരു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ഇത് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾക്ക് തന്നിരിക്കുന്ന സജഷൻസിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഇത് അങ്ങനെയല്ല. ഇതിനൊന്നും കാണണ്ടേ. ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ നടത്താനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ നടത്തി തരാനൊന്നുമല്ല ദൈവം എന്ന് പറയുന്ന ഒരു എനർജി ഇരിക്കുന്നത്. അത് കൃത്യമായ പ്ലാനിങ് ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാഹുല്, നമ്മുടെ ഒരു മനുഷ്യന്റെ ലൈഫിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? നമ്മൾ ജീവിച്ചിരിക്കുന്നു. അല്ലേ? അതിന്റെ അപ്പുറത്തേക്ക് എന്താ? മരിക്കാൻ പോയ ഒരു ക്യാൻസർ സെന്ററിൽ പോയോ, ഒരു അനാഥാലയത്തിൽ പോയോ, എവിടെയും
പോയി കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു അനുഗ്രഹം ദൈവം നമുക്കിനി എന്താ തരാനുള്ളത്? ഇനിയുള്ള നമ്മുടെ അത്യാഗ്രഹം അല്ലെങ്കിൽ ആഗ്രഹത്തിന് അപ്പുറത്താ. ഒരു പക്ഷേ പലപ്പോഴും എനിക്ക് തെറാപ്പി വരുന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ എടുത്ത് പറയാം. ഒന്നും ശരിയല്ല, ചുറ്റുപാടുള്ളവരൊന്നും ശരിയല്ല, വീട്ടില് സമാധാനമില്ല, അച്ഛനും അമ്മയും എനിക്ക് സമാധാനം തരുന്നില്ല, പങ്കാളി എനിക്ക് സമാധാനം തരുന്നില്ല, ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളും വഴക്കും ഒച്ചപ്പാടും ബഹളുമാണ് കാര്യം. ഇതെല്ലാം എന്തിനാ സഹിക്കുന്നവര്? സഹിച്ച് മുന്നോട്ട് പോകും. എന്തിനാണ് കാരണം പറ? ഈ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മുഴുവനും സഹിച്ച് വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും സ്നേഹമില്ല, ഒറ്റപ്പെട്ടാണ് നടക്കുന്നത്, കഴിവില്ലാത്തവനാണ്, ജോലിക്ക് പോകാത്തവെന്ന് പറയുന്നു, സാമ്പത്തികമായിട്ട് ഒരു ഉപകാരമില്ല വീട്ടുകാർക്ക്, ഒരു കാര്യങ്ങളും ഇല്ല. എന്നിട്ടും അവൻ ഇത്രയൊക്കെ വർഷങ്ങളോളം അവന് മാനസികമായി കുറ്റപ്പെടുത്തി, അവൻ മരുന്ന് കഴിക്കുന്നു, അവന് ഒരു തരത്തിലുള്ള സങ്കടങ്ങളുടെ കടന്നു പോകുന്ന ജീവിതത്തിൽ ഒരു തരത്തിലുള്ള വളർച്ചയില്ല. എന്നിട്ടും അവൻ ആ വീട്ടിൽ ജീവിച്ച് ഇതെല്ലാം അനുഭവിക്കുന്നു. എന്തിനാ അതിന്റെ ആവശ്യം? അവന്റെ ആ കംഫോർട്ട് സോൺ ആയിപ്പോയത്. അപ്പൊ സ്വന്തം അവിടെ ഇരുന്ന് എല്ലാം കിട്ടും, സ്വന്തം സുഖത്തിന് വേണ്ടി. അപ്പൊ ഉത്തരം പറഞ്ഞു വരുമ്പോ ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും വഴക്ക് പറയുന്ന ഒരു അച്ഛനും അമ്മേനെ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ ബാക്കി 90% അവർ ഓക്കെയാ. അതെ, അച്ഛനും അമ്മയും ഉണ്ടാക്കി കൊടുത്ത വീട്, അച്ഛനും അമ്മയും ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം, ഈ അച്ഛനും അമ്മയും ഉണ്ടാക്കി കൊടുത്ത സുഖ സൗകര്യങ്ങളെല്ലാം, ഇതെല്ലാം ആസ്വദിച്ചിട്ട് അച്ഛനും അമ്മയും കുറ്റപ്പെടുത്താം. അതെന്ത് ലോജിക്കാ? എന്നിട്ട് ഇതെല്ലാം മാറാൻ വേണ്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും. ഇത് ദൈവത്തിന്റെ പണിയാണോ? അറിയാ, ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ 18 വയസ്സ് വരെ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ ഇതെല്ലാം. അത് കഴിഞ്ഞ അച്ഛൻ്റെ അമ്മയുടെ സ്വത്തൊന്നും നമ്മുടെ അല്ല. അത് അവർക്ക് പ്രായമാകുമ്പോൾ അവർക്ക് ജീവിക്കാനും അവർക്ക് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അവർ കണ്ടെത്തിയിരിക്കുന്ന, അതിനകത്ത് എന്ത് അവകാശമുണ്ട് നമുക്ക്? ഒരവകാശമില്ല. എത്രയോ ആളുകൾ പറയുന്നു അച്ഛൻ്റെ അമ്മയുടെ സ്വത്ത് എന്റെ അവകാശമാണെന്ന്. നാണം വേണ്ടേ? ഒരു മിനിമം ഞാൻ ചോദിക്കാം, നമ്മളെ വേട് ഉപയോഗിക്കാൻ പറ്റില്ല എങ്കിലും നാണം വേണ്ട അതിനകത്ത് അങ്ങനെ പറയാൻ. അവനോന് അതിനാണ് ദൈവം 2 കാലും തലയും തന്നിരിക്കുന്നത്, ഒന്ന് ചിന്തിക്കാനും നടന്നു പോയി കാര്യങ്ങൾ ചെയ്യാനും. അത് ചെയ്യാതെ ഈ പറയുന്ന കണ്ട ആളുകൾ മുഴുവനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. എല്ലാ പ്രശ്നങ്ങളും വേണ്ടി എടുത്തു നോക്കിക്കോ രാവിലെ. എന്തിനാന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇവർക്ക് ആർക്കും ഉത്തരവില്ല. അതായത് ഭർത്താവ് ഭയങ്കര പ്രശ്നമാണ്, ഒച്ചപ്പാടും ബഹളും കാര്യങ്ങളും പ്രശ്നങ്ങളാണ് മുഴുവനുമാണ്. പക്ഷെ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു പോകില്ല. എന്താ കാരണം? വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടുന്നുണ്ട്. അതായത് ഒരു ദിവസത്തിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ആയിരിക്കും വഴക്കുണ്ടാവുന്നത്, ബാക്കി മൊത്തം സന്തോഷങ്ങളാ, ബാക്കി മൊത്തം ഒരുപാട് കാര്യങ്ങളാണ്. ചിലപ്പോൾ സ്വന്തം പ്രവൃത്തി കൊണ്ടായിരിക്കും ഇഷ്യൂസ് മുഴുവൻ ഉണ്ടാവുന്നത്. ഈ കംഫർട്ട് സ്റ്റേജിൽ നിന്ന്, ഈ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും ദുഃഖങ്ങൾ പറഞ്ഞ് അമ്പലത്തിലോട്ട് പോകുന്നത്. മനസ്സിലായോ? അത് അങ്ങനെയല്ലല്ലോ. കുറെ എല്ലാം നമ്മളിൽ മാറ്റം വന്നാൽ ഇതെല്ലാം മാറും. തീർച്ചയായും മനസ്സിലായോ? ഇത് അവര് മാറാത്ത എന്തുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതാണ് പലപ്പോഴും. അല്ല, ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത്, അത് ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് അത് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോകുന്നല്ലേ നല്ലത്. അതെ, അതാണ് ഞാനും പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനകൾ എന്താണ് ദൈവം കേൾക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളൊന്നുമല്ല ദൈവം നമുക്ക് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്, എങ്ങനെ വേണം നമ്മൾ ദൈവത്തെ അപ്രോച്ച് ചെയ്യാൻ? അതായത് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം ദൈവത്തോട്? ഞാൻ കാര്യം പറയട്ടെ, നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ഒരു അമ്പലത്തിൽ പോയി നിന്ന് അല്ലെങ്കിൽ ഒരു ദേവാലയത്തിൽ പോയി നിന്ന് കരഞ്ഞ് ആ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ശരിക്കും ദൈവത്തിന് ഇത് അറിയില്ലേ? ഇതൊന്നും അറിയാത്ത ഒരാളാണോ ദൈവം എന്ന് പറയുന്നത്? ശക്തി അങ്ങനെയാണെങ്കിൽ ഒരു ശക്തി ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അല്ല, ഞാൻ പറയാം, ഓക്കെ, അതെ, ഇതെല്ലാം അറിയാം. നമ്മൾ എന്താണെന്നും നമുക്ക് ചുറ്റും നടക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നും നമ്മൾ കടന്നു പോകുന്ന സ്ട്രഗിളിങ് എന്താണെന്നും എല്ലാം ഈ പറയുന്ന ദൈവം എന്ന് പറയുന്ന ശക്തിക്ക് അറിയാം, നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഇതിനു വേണ്ടി പ്രത്യേകം അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കുകയോ, പ്രത്യേകിച്ച് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടൊന്നും ഒരിക്കലും ദൈവത്തോടൊത്ത് പോയി പ്രാർത്ഥിച്ച് കാര്യങ്ങൾ സാധിക്കില്ല. തെറ്റുകാരനെയാ. അത് നമ്മൾ എടുക്കേണ്ട എഫേർട്ടാ. നമ്മളിൽ ഉണ്ട് ആ ചൈതന്യം. നമ്മൾ ഈ അമ്പലങ്ങളിലോ പള്ളികളിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ്. ഈ ചൈതന്യത്തെ നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് ഒരുപാട് ചിലപ്പോൾ ഇമോഷണൽ ബ്ലോക്ക് ഉണ്ടാവാം, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, നമുക്ക് സ്പിരിച്വാലിറ്റി കറക്റ്റ് വേയിലോട്ട് ആയിരിക്കില്ല പോകുന്നത്, ചിലപ്പോൾ കാർമിക്കൊക്കെ ചിലപ്പോൾ കർമ്മപരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. ഇതെല്ലാം പതുക്കെ നമുക്ക് തന്നെ മനസ്സിലാവും, നമ്മളിലൂടെ തന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. അതല്ലാതെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം കൊണ്ട് ഡെയിലി ഒരു ശല്യം പോലെ ദൈവത്തിന്റെ അടുത്തുകൊണ്ട് എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തരണം, അതല്ല, അങ്ങനെയല്ല. എന്തൊരു കാര്യവും നമ്മുടെ ആഗ്രഹത്തിന് നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു പോസിറ്റിവിറ്റി വേണം നമുക്ക്. അതായത് ആ കാര്യം ചെയ്യാനുള്ള ഒരു ഊർജം. അല്ല, ഇതിനകത്ത് ഞാൻ വേറെ കാര്യം പറയാം. നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ 90% പ്രശ്നങ്ങളും വരുന്നത് പൈസയുമായി ബന്ധപ്പെട്ടാണ്. പണവുമായി ബന്ധപ്പെട്ട. പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇവരെല്ലാ ക്ഷേത്രങ്ങളിൽ വരുന്നത്. ജോലിയില്ല, ഇതല്ല, ഈ കാര്യങ്ങളെല്ലാം വരുന്നത് പൈസയുമായി ബന്ധപ്പെട്ടാണ്. പല റിലേഷൻഷിപ്പുകളും നോക്കിക്കഴിഞ്ഞാൽ പൈസയുമായി ബന്ധപ്പെട്ടാണ്. അപ്പത്തിരിക്കുന്ന ആൾക്ക് പൈസ ഉണ്ട്, എനിക്ക് പൈസ കുറവായതുകൊണ്ടാണ് അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്തത്.
അപ്പൊ ഇതെല്ലാം വരുന്ന പൈസയുമായിട്ടാണ്. പിന്നെ ബാക്കി വരുന്ന ഒരു 10% മാത്രമേ ഉള്ളൂ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ. ബാക്കി എല്ലാ പ്രശ്നങ്ങളും പൈസയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പല വീഡിയോകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടീശ്വരനാകാം എന്നൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന് നല്ല വ്യൂ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? എല്ലാവർക്കും പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. ഈ ക്ഷേത്രങ്ങളിൽ പോകുന്നതും പൂജ നടത്തുന്നതും ഈ പുഷ്പാഞ്ജലി നടത്തുന്നതും ദൈവത്തിന് ദിനംപ്രതി ഊട്ടാൻ പൈസ കൊടുക്കുന്നതും ഇതെല്ലാം കാശുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ പൈസ ഉള്ളവർ എന്തുകൊണ്ട് പൈസ കൊടുക്കുന്നു? അവർക്ക് ആ പൈസ കൊടുക്കുമ്പോൾ വീണ്ടും പൈസ വരുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടായതുകൊണ്ടാണ് അവർ പൈസ കൊടുക്കുന്നത്. പൈസ ഇല്ലാത്തവർ എന്തിനാണ് പൈസ കൊടുക്കുന്നത്? ഇനി പൈസ വരണം എന്നൊരു ചിന്തയിൽ മാത്രമാണ്. ഇപ്പൊ പല ക്ഷേത്രങ്ങളിലും നമ്മളെ ഓരോ ആൾക്കാരും സഹായിക്കാനും ദൈവത്തെ ഊട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ക്ഷേത്രങ്ങളിലെ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നത് പലപ്പോഴും പൈസ വാങ്ങിക്കാറില്ല. എന്തുകൊണ്ടാണ് പൈസ വാങ്ങിക്കാത്തത്? അവരുടെ മൈൻഡിലൊരു ചിന്തയുണ്ട്, ആ ദൈവത്തിന് വേണ്ടിയിട്ടല്ല ചെയ്തത്. ഇന്ന് ഞാൻ 500 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ 1000 രൂപ നാളെ ദൈവം എനിക്ക് തരും. ആ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ അവനെ മുറുകുറുപ്പ് കൊടുക്കും. ഇന്നലെ അവിടെ പോയി ഞാൻ അത്രയും ജോലി ചെയ്തിട്ട് എനിക്ക് 10 കാശ് നീ തന്നില്ലല്ലോ. ഈ ചിന്ത ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ലോട്ടറി എടുക്കുന്ന ഇനി ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയി ഇന്ന് കുറച്ച് പണി ചെയ്തിട്ടുണ്ട്, ഒരു ലോട്ടറി എടുക്കണം. ദൈവം ഇനി അങ്ങനെ കാണുവാണ് എനിക്ക് പൈസ തരാൻ ഉദ്ദേശിക്കുന്നതെങ്കിലോ? ആ രീതിയിലാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഭക്തിയിലേക്ക് പോകുന്നത്. ചില ആളുകൾ ഭക്തിയിലേക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് ഈ അതീന്ദ്രിയ ശക്തികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്നുള്ള ആഗ്രഹത്തോടെ പോകുന്ന ആളുകളുണ്ട്. ഈ ശക്തിയും പലപ്പോഴും എന്തിനാണ് ആഗ്രഹിക്കുന്നത്? അതും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ടങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും അവർ ആലോചിക്കുന്നത്. അപ്പൊ ഭക്തി മുഴുവൻ പൈസ മാർഗത്തിലായി പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും?